പിറ്റേന്ന് രാവിലെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ശ്രീരാമ, മന്നൻ ജനകന്റെ അടുക്കൽ നിന്നും ക്ഷണം വന്നിരിക്കുന്നു. ഞാൻ മിഥിലയിലേക്ക് പുറപ്പെടുകയാണ്. നിങ്ങളും എന്റെ കൂടെ വന്നാൽ അവിടെയുള്ള ശിവധനുസിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ രാമനും ലക്ഷ്മണനും വിശ്വാമിത്രൻ മഹർഷിയും കൂടി മിഥിലയിലേക്ക് യാത്രയായി. കാട്ടിലൂടെ ആയിരുന്നു യാത്ര. പോകുന്ന വഴിയിൽ രാമന്റെ കാൽ ഒരു കല്ലിൽ ഇടിച്ചു. ഉടനെ ആ കല്ല് ഒരു സ്ത്രീയായി മാറി. വളരെ നന്ദി രാമ, ഞാൻ അങ്ങയുടെ പാദസ്പർശത്താൽ മോചനം നേടിയിരിക്കുന്നു. ഞാൻ ഗൗതമ മഹർഷിയുടെ ഭാര്യ ആയ അഹല്യയാണ്. എന്ത് ശാപത്താൽ കല്ലായി മാറിയെന്നോ? ഒരിക്കൽ അഹല്യയുടെ സൗന്ദര്യത്തിൽ ഇന്ദ്രദേവൻ ഭ്രമിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മഹർഷി രാവിലെ സ്നാനത്തിനായി പോയ സമയത്ത് ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ അഹല്യയെ സമീപിച്ചു. വേഷം മാറിയ ഇന്ദ്രനോടൊപ്പം അഹല്യ തന്റെ സ്വകാര്യ നിമിഷങ്ങൾ ചെലവഴിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ മഹർഷി തിരിച്ചെത്തി. തപശക്തിയാൽ ഗൗതമ മഹർഷിക്ക് അഹല്യയോടൊപ്പമുള്ളത് ഇന്ദ്രനാണെന്ന് മനസ്സിലായി. കുപിതനായ മഹർഷി ഈ വഞ്ചനയ്ക്ക് ഇന്ദ്രൻ ശപിച്ചു. അതിനുശേഷം കോപം അടങ്ങാത്ത അദ്ദേഹം പത്നിയെ ശപിച്ചു. ശുദ്ധമായ ഒരു ആത്മാവ് നിന്നെ സ്പർശിക്കുന്ന ദിവസം വരെ നീ ഒരു കല്ലായി ലോകത്തിന് അദൃശ്യായി മാറട്ടെ. അങ്ങനെ അഹല്യ നന്ദി പറഞ്ഞുകൊണ്ട് അപ്രത്യക്ഷമായി. വീണ്ടും അവർ യാത്ര ആരംഭിച്ചു. അങ്ങനെ അവർ മിഥിലയിൽ എത്തി. ശ്രീരാമ, ജനകമഹാരാജാവിന്റെ മകളായ സീതയുടെ സ്വയംവരമാണ് ഇവിടെ നടക്കുന്നത്. പണ്ട് പരമശിവൻ ജനകൻ നൽകിയ ത്രയംബകം എന്ന വില്ല് കുലയ്ക്കുന്നവൻ മാത്രമേ സീതയെ വിവാഹം ചെയ്യാനാവൂ. ദശരഥ പുത്രന്മാരെ മഹർഷി ജനകൻ പരിചയപ്പെടുത്തി. ജനകൻ അതിസുന്ദരന്മാരായ ആ കുമാരന്മാരെ കണ്ട് സന്തോഷപൂർവ്വം ഭടന്മാരോട് ത്രയംബകം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ആയിരക്കണക്കിന് ആൾക്കാർ ചേർന്നാണ് ത്രയംബകം എത്തിച്ചത്. പല ദേശത്തും നിന്നും ഉള്ള രാജാക്കന്മാർ വില്ല് കുലക്കുവാൻ ശ്രമിച്ചു. എന്നാൽ വില്ല് എടുത്ത് ഉയർത്തുവാൻ പോലും കഴിയാതെ അവർ എല്ലാം തോറ്റുമടങ്ങി. അങ്ങനെ ശ്രീരാമന്റെ ഊഴം ആയി. എന്നാൽ ശ്രീരാമനാകട്ടെ അനായാസം ത്രയംബകം കയ്യിലെടുത്തു കുലയ്ക്കുകയും ആ പ്രവൃത്തിയുടെ ശക്തിയാൽ വില്ല് രണ്ടായി മുറിഞ്ഞു പോവുകയും ചെയ്തു. അത്യുഗ്രമായ ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി ഈരേഴ് ലോകങ്ങളിലും മുഴങ്ങുകയും ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. നിർത്തൂ! മൂഢനായ ജനക, ശിവഭഗവാന്റെ വില്ല് ഓടിച്ചവൻ ആരാണെന്ന് പറയൂ. ഇല്ലെങ്കിൽ നിന്റെ രാജ്യം നിന്റെ കൺമുന്നിൽ തന്നെ നശിച്ചു വീഴും. അവിടുന്ന് ക്ഷമിക്കണം. ഈ വില്ല് ഓടിച്ചത് നാം ആണ്. അവിടുന്ന് എന്ത് പറഞ്ഞാലും നാം അത് സ്വീകരിക്കും. ഞാൻ വണങ്ങുന്ന പരമശിവന്റെ വില്ല് ഓടിച്ചവൻ ആരായാലും നാം അവന്റെ ജീവൻ എടുക്കുന്നതാണ്. സ്വാമി, ഞാൻ ജനക മഹാരാജാവിന്റെ ക്ഷണപ്രകാരം വില്ലുകൊണ്ട് അമ്പു ചെയ്യുവാൻ ശ്രമിച്ചു. എന്റെ ദുർഭാഗ്യമാണ്, വില്ല് ഒടിഞ്ഞുപോയി. എങ്കിൽ രാമ, നീ അത്രക്ക് ബലവാൻ ആണെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ധനുസ് നീ കുലച്ചു കാണിക്കൂ. ഇത് എന്റെ പിതാവ് വിഷ്ണു എനിക്ക് സമ്മാനിച്ചതാണ്. അങ്ങനെ ശ്രീരാമൻ പരശുരാമന്റെ കയ്യിൽ നിന്നും ധനുസ് വാങ്ങി കുലച്ചു കാണിച്ചു. ഇത് കണ്ട് പരശുരാമൻ മനസ്സിലായി, രാമൻ സാധാരണ ഒരു മനുഷ്യൻ അല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന്. അങ്ങനെ ശ്രീരാമനോട് പരശുരാമൻ മാപ്പ് അപേക്ഷിച്ചു. തുടർന്ന് സീതാദേവി അവിടേക്ക് കടന്നുവരുന്നു. ശ്രീരാമന്റെ കഴുത്തിൽ സീതാദേവി വർണ്ണമാല്യം ചാർത്തി. തുടർന്ന് വിവരങ്ങൾ ദശരഥ മഹാരാജാവിനെ അറിയിക്കുകയും രാജാവ് കുലഗുരുവിനോടും പത്നിമാരോടുമൊപ്പം അവിടെ എത്തി. ജനകന്റെ മറ്റ് 3 പുത്രിമാരുടെ വിവാഹം ദശരഥന്റെ 3 പുത്രന്മാരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമൻ സീതാദേവിയെയും ഭരതൻ മാണ്ഡവിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്തു. അയോധ്യയിൽ ഇത് വലിയ ഉത്സവ ആഘോഷമായി.